ഒരു വർഗീയവാദികളുടെയും വോട്ട് വാങ്ങില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടൊന്നും വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു പോയില്ല എന്ന് പറഞ്ഞു. ഇവർ ചോദിച്ചു പോയില്ലായിരിക്കും, പക്ഷെ കയറി വന്ന വീട്ടിൽ കയറ്റി കിടത്തും. അതാ ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വാക്കോട്ട് ജമാഅത്തിക്കാരൻ ചോദിച്ചു പോയില്ല, പക്ഷെ ജമാഅത്തിക്കാർ ഇങ്ങോട്ട് വന്നാൽ ഇവർ കയറ്റി കിടത്തും. പിന്നെ രണ്ട്, ഇവിടെ ഒക്കെ ചങ്ങായിമാരായിട്ട് ഞങ്ങൾ ആരോട് കൂട്ടുകൂടാൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാൻ എപ്പോഴാണ് പറഞ്ഞ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി, അത് AKG സെന്ററിലാണ് നടത്തിയെന്ന് പറയുന്നുണ്ട്. പോയി ചത്തുടടാ. ഇവർക്ക് ആരെയാണ് ഭയക്കുന്നതെന്ന് അറിയുന്നില്ല. ഇവര് പരസ്യമായിട്ട് പറയും ഞങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ ഇവർക്ക് അവരെ കാണുമ്പോൾ മൊട്ടടിക്കും. തട്ടിപ്പാണല്ലേ മൊട്ടടിക്കുക, ഇവര് നേരെ അവരെ വീട്ടിൽ കയറ്റുക. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള ബന്ധം. പിന്നെ രണ്ട് നേരത്തെ ഇവിടെ പറയണ്ടേ, കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഈ AFI-കാരും AYF-കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മുണ്ട് മടക്കി കുത്തണ്ട, എവിടെ കാവിക്കളസം കാണും, ഇവർ തമ്മിൽ ഒന്നാണെന്നൊക്കെ പറയണ്ടേ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഈ വാളയാർ ചുരത്തിന് അപ്പുറത്ത് ഇതേ CPM-കാരുടെ മുണ്ടിനടിയിലുള്ള കാവിക്കളസം ഊരി മാറ്റാനും ഇട്ടുകൊടുക്കാനും നിൽക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഈ വാളയാറിനപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇവർ രണ്ടുപേരും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട് മാർക്സിസ്റ്റുകാരുടെ മുണ്ടിനടിയിൽ കാണുന്നത് കാവിക്കളസമാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അവര് കാവിക്കളസം ഇട്ടാലും ശരി, എന്തിട്ടാലും ശരി, ഈ വാളയാർ ചുരത്തിനപ്പുറത്ത് ഈ കളസം ഊരാനും ഇട്ടുകൊടുക്കാനും നിൽക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അടിപൊളി. അവരാണ് പറയുന്നത് BJP-യും മാർക്സിസ്റ്റും ഇവിടെ ഒറ്റക്കെട്ടാണെന്നുള്ളത്. ആദ്യം സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങൾ, ഇവർ തമ്മിലുള്ള ഇവരുടെ വീട്ടിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ, എന്നിട്ട് BJP-യുടെ മേൽ കുതിര കയറാൻ വരട്ടെ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. പക്ഷേ ഇവിടെ മലമ്പുഴ MLA പ്രഭാകരേട്ടൻ, ഞാൻ വിചാരിച്ചു പുള്ളി പാവണെന്ന്. പുള്ളി ഇതുപോലെ തന്നെയാണ് ആരാന്റെ ഗർഭത്തിന് അപ്പനാവാൻ നടക്കുന്നത്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? അപ്പൊ എന്തിനാണ് ഇങ്ങനെ അവരുടേതല്ലാത്ത പദ്ധതിക്ക് വേണ്ടി വലിയ ഫ്ലക്സ് അടിച്ച് വെച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങും. ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച് ഈ നാട്ടുകാരെ പറ്റിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നെല്ലിന്റെ താങ്ങുവിലയെ കുറിച്ച് പറഞ്ഞു, കേന്ദ്രം തരാനുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞാനൊരു ചോദ്യം ചോദിക്കണം. ഒരു വീട്ടിൽ നിന്ന് നെല്ലെടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ആളുകളാണല്ലോ കൊടുക്കേണ്ടത്, കേന്ദ്ര സർക്കാർ നേരിട്ട് വന്നല്ല കൊടുക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാന സർക്കാരിന് പൈസ തരാനുണ്ടെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇവർ പുറത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് തിരിച്ചു കിട്ടും, ഇവർക്ക് കിട്ടും. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെ രാവിലെ ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ മോദി 70,000 കോടി തരാണ്ട്, മോദി 50,000 കോടി തരാണ്ട്, ഇവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ മോദി എന്താ പിണറായി വിജയന് കടം കൊടുത്തുകൊണ്ടിരിക്കലാണ് പണി. ഇത്തരത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലെ ഇവിടെ അകത്തേത്ര സിറ്റിയിലെ ഇവരുടെ കമ്മികളുടെ നേതാക്കന്മാരിൽ നിന്ന് മൈക്ക് കെട്ടിയിട്ട് നാട്ടുകാരിൽ മോദി പണം തരാണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ പൈസ തരാനുണ്ടെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം, CAG ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം ഇവർ കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചില്ലി കാശ് പോലും കേന്ദ്ര സർക്കാർ പിടിച്ചു വെക്കില്ല. അങ്ങനെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇവരുടെ MP-മാർ എന്ത് ചെയ്യുകയാണെന്ന് പാർലമെന്റിന്റെ സഭകൾ. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വിഡ്ഢികളാക്കാനുള്ള സമീപനമൊന്നും ഇനി ഇവിടെ വിലപ്പോവില്ല. ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന ആളുകളാണ്, അവർക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ട്. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനമുള്ളതാണ്. അതെ, ഈ കേരളം എന്തെങ്കിലും പണം ചോദിക്കുന്നത് പിച്ചയ്ക്ക് പോകലായിട്ടാണ് ഇവിടെ. വെറുതെ ചോദിച്ചാൽ തരാൻ പറ്റില്ല. കേരളത്തിന് തന്നു എന്ന് പറഞ്ഞു, ഇത് മലമ്പുഴ MLA വാങ്ങി തന്നു എന്ന് പറഞ്ഞു ഫ്ലക്സ് വെച്ചു. അതാ ഞാൻ പറഞ്ഞു, ഇത് കേന്ദ്രം തന്നു. പ്രഭാകരേട്ട അതിനൊരു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കിണ്ടോ? ഒരു ചെറുവിരൽ അനക്കിണ്ടോ പ്രഭാകരേട്ട? ഒന്ന് കാണിക്കും, ഒന്ന് പേപ്പർ കാണിക്കും, ഒന്ന് പേപ്പർ കാണിക്കും. കേന്ദ്രം തോന്നി തന്നതാണ്, കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്, കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്. പ്രഭാകരേട്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേപ്പർ നിങ്ങളുടെ കുറേ ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കും. പ്രഭാകരേട്ട ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കും. സ്നേഹം നെല്ലുകാരോട് കേന്ദ്രം തരാനുള്ള ഏത് പൈസയാണ് തരാനുള്ളത് എന്നുള്ളത് പറയും പുള്ളിയേട്ടൻ. ഏത് വർഷത്തെ ഏത് മാസത്തെ ഏത് ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പറയും.
ഇതിനകത്ത് ഞാൻ ചോദിച്ചു കേരളത്തിന് ഏത് പൈസയാണ് കിട്ടാനുള്ളത്? മോഡി 2024 2020 തന്നിട്ട് കഴിഞ്ഞു. ആകാശത്തേക്ക് ഒരു വെട്ടി അങ്ങോട്ട് വെക്കണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്.